ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സന്ദേശം, നിങ്ങളിലേക്ക് ഒരാൾ അയക്കുന്ന ഒരു സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എനർജി ആയിരിക്കാം. സോ അതെന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നത് എങ്കിൽ ഇത് ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആയിരിക്കും. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയിരിക്കും. എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ലൈഫിൽ റെസണേറ്റ് ആവുക. സോ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. സോ നിങ്ങൾ ഒന്നിലേക്കും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എനർജിയാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ ഈ ഒരു റീഡിങ്ങിൽ എന്താണ് എനിക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജുകൾ, അതാണ് ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഞാൻ ഈ ഒരു റീഡിങ്ങിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. സോ നമ്മളിവിടെ ഒരു കാർഡ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. സോ എന്ത് എനർജിയാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ദെൻ ആരാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അയക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് അയക്കുന്നത്? ഈ ഒരു എനർജി നിങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, ആൻഡ് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യം എന്താണെന്നുള്ളതാണ്. സോറി. ഓക്കെ, സോ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റീഡിങ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കറണ്ട് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും കുറച്ചകന്ന് നിൽക്കുന്ന, ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ആയിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം അറിയാൻ പോകുന്നത്. നിങ്ങൾ പാസ്റ്റിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ ഇരുന്ന ഒരു വ്യക്തികളായിരിക്കാം. സോ നിങ്ങൾ അറിയാൻ പോകുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു വലിയ ഷേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു സഡൻ ഷോക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പഴയ പാറ്റേൺസ് ഒക്കെ മാറിയിട്ട് പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. സോ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷനെ തന്നെ, അതായത് നിങ്ങൾക്കൊരു ചില വിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. സോ അതിൽ തന്നെ ഒരു ഷേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ചില ആളുകളെ കുറിച്ചുള്ള ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കും നിങ്ങൾക്ക് മാറിക്കിട്ടാൻ പോകുന്നത്. സോ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലെ നമ്മൾ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെയുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. സോ ഇതൊരു ടവർ എനർജിയാണ്. എന്തെങ്കിലും സംതിങ് ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സത്യം വെളിപ്പെടാനുള്ള ഒരു ചാൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു വേക്കപ്പ് കോളായിട്ട് നിങ്ങളിതിനെ കാണുക. ചില സമയത്ത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില ധാരണകൾ അതങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നൊരു സമയമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിലുള്ള ചില തെറ്റിദ്ധാരണകൾ, ഈ ഗ്യാപ്പ് എടുത്തിരിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ചില തെറ്റിദ്ധാരണകൾ മൂലമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുക. സോ അതിലൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, ഒരു മൊത്തത്തിലൊരു മാറ്റം, ഒരു അഴിച്ചുപണി നടത്താനുള്ള ഒരു സമയം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. സോ ആരാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി സെൻഡ് ചെയ്യുന്നത്?
ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളിൽ നിന്ന് ഒരു പോസ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേറൊരു ആംഗിളിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വ്യക്തി സത്യം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. ചില കാര്യങ്ങളിൽ ആ ഒരു വ്യക്തി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഇമോഷണൽ പോസ്, ഒരു മെൻ്റലി ടോട്ടൽ ഒരു പോസ് എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. സോ ഈ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഹാങ്ഡ് മാൻ അതിനെപ്പോലെയുള്ളൊരു സെൻറ്ററാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എനർജറ്റിക് കണക്ഷൻ തരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ലൈഫിലൊരു പോസ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് പെട്ടെന്ന് ഒരു ആക്ഷൻ ഇവർ എടുക്കുന്നുണ്ടാവില്ല, പെട്ടെന്നൊരു ഡിസിഷനും എടുക്കുന്നുണ്ടാവില്ല, അവരെ നിങ്ങൾ വിളിച്ചാൽ മേ ബി കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അവർ വെയിറ്റിംഗ് എനർജിയിലായിരിക്കും, അവർ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് ഒരു മൂവ്മെൻറ്റിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ പേടികളോ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഈ ഗിൽറ്റ് ഫീലിംഗ് ഇല്ലേ, കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ അവർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എന്തോ ഒരു തടസ്സം ഫീൽ ചെയ്യുക. സോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി സെൻഡ് ചെയ്യുന്നത്. സോ അവരിപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും റീതിങ്ക് ചെയ്യുന്നുണ്ട്. നടന്ന കാര്യങ്ങൾ എല്ലാം മറ്റൊരു ആംഗിളിൽ, അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ മാറി 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 ചിന്തിക്കുന്നുണ്ട്. സോ അവരുടെ ലൈഫിൽ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ അവരൊന്ന് വേറൊരു ആംഗിളിൽ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അവരുടെ ഈ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ സമയത്ത് എടുക്കുന്ന ഒരു പോസ് എന്ന് പറയുന്നത് അവർ പല കാര്യങ്ങൾക്കും സമയം കൊടുക്കുന്നതാണ്. ഓക്കെ, ഒരു സറണ്ടർ മോഡിലാണ് ഇപ്പോൾ അവരുള്ളത്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവർ നിങ്ങളിൽ നിന്ന് ഇമോഷണലി വിഡ്രോൺ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറാനുള്ള സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു 2 കാർഡുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സഡൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും. ഒരു ഷോക്കിംഗ്, ഒരു റിവീലിംഗ് ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും ആയിരിക്കും ഈ ഒരു എനർജി. കാരണം ആ ഒരു വ്യക്തി ഈ കാര്യം ഓൾറെഡി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു പോസിറ്റീവ് സെൻസിൽ നിങ്ങൾ കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്നത്? ആക്ച്വലി അവരൊരു നൊസ്റ്റാൾജിയ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പാസ്റ്റ് മെമ്മറീസ് ഒക്കെ അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു റീകണക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു റീകണക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അവരുടെ ഈ ഒരു പാസ്റ്റ് അതെന്ന് പറയുന്നത് അവർക്ക് ചില റിഗ്രറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് ചില വിഷമങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല സമയത്തെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. സോ ഒരിക്കലുണ്ടായിരുന്ന കാര്യങ്ങൾ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, സോ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ അവരെന്തായാലും നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. നിങ്ങൾ നല്ല മെമ്മറീസ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഹാപ്പി മെമ്മറീസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓൾഡ് മെമ്മറീസ് ഒക്കെ അവരിലേക്ക് ഇപ്പോൾ വീണ്ടും ഒരു നൊസ്റ്റാൾജിയ പോലെ കടന്നു വരുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് അവർക്ക് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ ഇത് നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആളുകളുമായിട്ട് ടീം വർക്ക് ചെയ്യുന്നതിൽ, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലൊക്കെ ഈ ഒരു എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ടീം വർക്കിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കാനും ഒക്കെയുള്ള ഒരു സമയമുണ്ട്. അത് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിലുണ്ടായ അവിശ്വാസത നിങ്ങൾക്ക് കൂടുതൽ കൊളാബറേഷനിലേക്ക്, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൊക്കെ ഒരു അവിശ്വാസത ടോട്ടലി ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, പുതിയ വ്യക്തികളെ പരിചയപ്പെടുമ്പോഴും ഇനിയും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ടീം വർക്ക് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും.
ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്നൊരു അറ്റൻഷൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു അറ്റൻഷൻ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആക്ച്വലി എന്താ പറയുക, നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്ത്, അതായത് നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു സ്പാർക്ക്, നിങ്ങൾ ചിലപ്പം ഡെയിലി കാണുന്ന ആളുകളായിരിക്കും, അപ്പം നിങ്ങൾക്ക് അവരിലേക്ക് ഐ കോണ്ടാക്ട് കൊടുക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ പോസിബിലിറ്റി ഉണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് വരാനുള്ളൊരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ ചെന്ന് മിണ്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റീബിൽഡിങ്ങിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അവർ അതിലും ഫാസ്റ്റായിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ് അവരുടെ എനർജി എന്ന് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അയക്കുന്നതിന് പിറകിലുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ അവരൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ചെറിയ ചേഞ്ച് അല്ല, ഒരു പഴയ പാറ്റേൺസ് എല്ലാം തന്നെ പൂർത്തിയാക്കി, ഒരു ഓൾഡ് സൈക്കിളൊക്കെ നിർത്തിയിട്ട് ഒരു സംതിങ് ന്യൂ, പുതിയ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുമായിട്ടെന്ന് അവർ വിചാരിക്കുന്നു. സോ ഇതുവരെ കഴിഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ പോട്ടെ, ഇതുവരെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പോട്ടെ, നമുക്കൊരു പുതിയ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാം എന്നാണ്, അല്ലെങ്കിൽ ഒരു പുതിയ റിന്യൂവൽ ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇതിന് പിറകിൽ ഒറ്റ റീസണേ ഉള്ളൂ, അവർ ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നു, വലിയൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എൻറ്റയർ ചേഞ്ച് ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് പുതുതായിട്ട് റിഫ്രഷ് ചെയ്ത് തുടങ്ങാം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവിടെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളുടെ കാര്യങ്ങളായിരിക്കാം. മേ ബി ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി പുതിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിലപാട് ഈ ഒരു കാര്യത്തിൽ വേണം. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നാണ്. സോ ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദ അതർ പേഴ്സൺ, അതായത് നിങ്ങളിലേക്ക് ആരാണോ ഈ എനർജി സെൻഡ് ചെയ്യുന്നത്, ഈ ഹാങ്ഡ് മാൻ എനർജി ഉള്ള ആ ഒരു വ്യക്തി തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ ഇനി കൂടുതൽ അഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. സോ ഇവിടുത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് 7 ഓഫ് വോൺസ്. നിങ്ങളിവിടെ കൊളാപ്സ് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും എന്നുള്ളതല്ല. നിങ്ങളുടെ ബൗണ്ടറീസിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ആരുമായിട്ട് ഇടപഴകണം എന്നുള്ള കാര്യം നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ കാർഡ് നിങ്ങൾ ഗൈഡൻസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ച് ഈ ഒരു റീബിൽഡിങ്ങിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ ഒരു പാസ്റ്റ് എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുള്ളത്. നൊസ്റ്റാൾജി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ എനർജി തന്നെ നമ്മളെ പല രീതിയിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളിൽ നിന്ന് ഒരു സ്പാർക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് ആയോ കോളായോ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളവിടെ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.